പുളിഞ്ചിക്ക അച്ചാറിടാനായിട്ട് ഞങ്ങളിവിടെ പുളിഞ്ചിക്ക എന്നാണ് പറയണത് ഇതിനെ. അപ്പോൾ അതിൻ്റെ അച്ചാറിടാനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിത്തെറിക്കാതിരിക്കാൻ ഞാനൊരു പ്ലേറ്റ് വെച്ചങ്ങ് അടയ്ക്കും കേട്ടോ. കടുക് പൊട്ടിക്കഴിഞ്ഞ് അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് ഉലുവയാണ് ഇടുന്നത്. 1 സ്പൂൺ ഉലുവ പൊടിച്ചതാണ് ഞാൻ ഇടുന്നത്, പൊടിയാണ് ഇടുന്നത്. ഉലുവ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ഇതിൽ കൂടെ അങ്ങനെ പോകട്ടെ. ഉലുവ ഓക്കെ. ഉലുവ മൂത്ത് പോയി അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ചല്ല കുറച്ച് കൂടുതൽ വേണം അത് മുളക് പൊടി. കാരണം അച്ചാറല്ലേ അച്ചാർ. പക്ഷേ ഇത് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഇതങ്ങ് കിടന്ന് അത് പുളിഞ്ചിക്ക ഇട്ടിട്ട് ഞാനതിലേക്കിടും. കുറച്ചുകൂടെ മുളക് പൊടി ഇടേനെ. കുറച്ച് മല്ലിപ്പൊടി അല്ല മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയാണേ. മുളക് പൊടി കുറച്ചും മഞ്ഞൾപ്പൊടിയും ഇട്ട്. അപ്പം ഇതിന് വേണ്ടത് കടുക് താളിച്ചിട്ട് അതിൽ കുറച്ച് ഉലുവ ഇട്ട് മൂപ്പിക്കണം. അപ്പം ഇതിലേക്ക് കുറച്ചുകൂടെ മുളക് പൊടി ഇട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടേ. പിന്നെ ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയാണേ. ഓക്കെ, കായപ്പൊടി ഇട്ട് ഇനി ഉപ്പിടും. അതിലേക്ക് ഉപ്പും കൂടി ഇട്ടു. അപ്പോൾ അതിലേക്ക് ഉപ്പ് ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. കാരണം ഇവിടെ പുള്ളിക്കാരന് ഉപ്പ് അധികം വേണ്ട, ഇത് കൊടുത്ത് വിടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിനധികം ഉപ്പ് വേണ്ട. അപ്പം നിങ്ങൾക്ക് ഉപ്പ് വേണേ, എല്ലാവർക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം. ഇത് ഉപ്പ് കഴിച്ചുകൂടാത്തതുകൊണ്ടാണ്, BP എല്ലാ പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ടാണ് ഉപ്പ് കുറച്ചിട്ടത്. എന്നിട്ടൊന്ന് ചൂടാക്കി ഇട്ട് കൊടുത്തു വിടാം. അപ്പോൾ ഇതിലെല്ലാം ഇട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ കറി റെഡിയായേ. കാരണം ഇതിൽ വെള്ളം ഒഴിച്ചതല്ല, ഈ പുളിഞ്ചിക്കയിൽ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമാണ് ഇതിൽ കാണുന്നത്, ഈ ലിക്വിഡായിട്ട്. അപ്പം ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം ഇതിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടുന്ന മസാലകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഉലുവ വേണം, മുളക് വേണം, വറ്റൽമുളകിൻ്റെ പൊടി ഉണ്ടല്ലോ അത് വേണം, ഉലുവ പൊടിച്ചു വെച്ചത് കൊണ്ടാണ് ഞാൻ വറുത്ത് പൊടിക്കാത്തത്. അപ്പം ഞാനിതിലിട്ടപ്പോൾ അത് കരിഞ്ഞു പോയി, അതാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. പിന്നെ അപ്പോൾ ഉലുവ വറുത്തു, എന്നിട്ട് മുളക് പൊടിയും സിമ്മല്ല, ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കരിയത്തില്ല, നേരെ കിട്ടും. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ പൊടിയെല്ലാം ഇട്ട് ഒന്ന് ഇളക്കി, ഈ പുളിഞ്ചിക്കയിട്ട് ഇളക്കി കഴിഞ്ഞാൽ കരിയത്തില്ല. അപ്പം ഉലുവാപ്പൊടി, വറ്റൽമുളക് പൊടി, ഉപ്പ്, കായം, ഇത്രയും ഇതിൽ വേണമെങ്കിൽ വെളുത്തുള്ളിയും കൂടെ ഇടാം. ഓക്കെ, ഇത്രയും ഇതിന് ആവശ്യമുള്ളൂ. സിമ്പിളാണ്, വളരെ വളരെ സിമ്പിളാണ്. പെട്ടെന്ന് ജോലി തീർക്കാൻ പറ്റും. എല്ലാവരും എവിടെയെങ്കിലും കാണുകയാണെങ്കിലോ വീട്ടിലുണ്ടെങ്കിലോ പറിച്ച് അച്ചാറിട്ട്, വീട്ടിലുള്ളവരെല്ലാവരും ഇടുമെന്നറിയാം. ഇത് നല്ലതാണ് പുളിഞ്ചിക്ക. കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനായിട്ട് നല്ലൊരു മെഡിസിനും കൂടെയാണ് പുളിഞ്ചിക്ക. നമുക്ക് പച്ചയ്ക്ക് ഒരുപാട് കഴിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ മതി, അത് എഫക്റ്റ് ആയിക്കോളും. പിന്നെ വെളുത്തുള്ളിയും കൂടെ വേണമെങ്കിൽ ഇടാം, ഞാൻ ഇട്ടില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, ധൈര്യപൂർവ്വം ചെയ്യാം. ആരും കാണാതെ പോകല്ലേ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ ബൈ.